നമസ്കാരം, എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നായ വയനാട് ഒരു പകൽ വെളിച്ചം പോലുമില്ലാത്ത ഒരു നേരത്ത് പെയ്തിറങ്ങിയ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും നമുക്ക് നഷ്ടപ്പെട്ടത് 200-ലധികം നമ്മളുടെ സഹോദരങ്ങളെ. നാട് മുഴുവൻ വേദന കൊണ്ട് നിലവിളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇതിനെതിരെ ചില തൽപര കക്ഷികൾ വാർത്തകളും പടച്ചു വെച്ചുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കൈകോർക്കാം വയനാടിനായി. വിദ്യ, എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമീപത്തുള്ള ഒരു നാട് വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല, ചൂരൽമല പോലെ, മുണ്ടക്കൈ പോലെ ഒരു സ്ഥലം, ഇവിടെയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ്. ഈ സഹോദരങ്ങളെ അവർക്ക് ഇനിയുള്ള ബാക്കി അവശേഷിച്ചിരിക്കുന്നവർക്ക് അവർക്ക് നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാനായി നമ്മൾ കൈ അയഞ്ഞ് സഹായിക്കാൻ മലയാളികൾ എന്നല്ല ഈ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇതൊന്നും പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുന്നു. എന്ത് തോന്നുന്നു? അതെ, എന്ത് പ്രശ്നം വന്നാലും എന്ത് വിഷയത്തിലും പോസിറ്റീവായിട്ട് കാണുന്നവരും നെഗറ്റീവായിട്ട് കാണുന്നവരും ഉണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മൾ അത്രയും വലിയൊരു, അതായത് ലോകം കണ്ട ഒരു വലിയ ദുരന്തം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കഴിഞ്ഞിട്ട് പോലുമില്ല. ഇപ്പോഴും പല ബോഡികൾ കിട്ടാനുണ്ട്, പലരെയും കാണാനുണ്ട്. വളരെ വളരെ വല്ലാത്ത അവസ്ഥയിൽ കൂടെ കണ്ടു നിൽക്കാൻ, വാർത്തകൾ പോലും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു വിഭാഗം, അത് വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ ഹിതേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് 144 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. വയനാട് നമ്മുടെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുടെ. അദ്ദേഹം പറഞ്ഞു, പലരും മരണത്തിൻ്റെ വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം പലരും അബോധാവസ്ഥയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടവർ, എവിടെയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലതും കൊണ്ടുവരുന്നു. ചിലർക്ക് തൊലി മാത്രം ആയി ചിലത് വന്ന് കിട്ടുന്നു. അപ്പം ഇങ്ങനെ അവയവങ്ങൾ ഇല്ലാതെ, അപ്പം വളരെ വേദനയോടുകൂടി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വേദന പകർന്നു നൽകിയ ഒരു സംഭവം, ഒരു പോസ്റ്റ്മോർട്ടവും ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം അത് മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിൽ ജീവികളും അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു നായ, നമ്മൾ വായിച്ചറിഞ്ഞതാണ്, നായ കുരച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് നിൽക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ള അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. രക്ഷാപ്രവർത്തകരുടെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുകയാണത്. ശ്രദ്ധ ആകർഷിച്ചു, അപ്പോഴത്തേക്ക് രക്ഷാപ്രവർത്തകർ അവിടെ വരുന്നു, ഇത് കുരച്ചുകൊണ്ട് അവിടെ നിന്ന് ചാടുന്നു, തുള്ളുന്നു, ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം. അപ്പോൾ രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് അവിടെ ഓടിയെത്തിയപ്പോൾ ഉടനെ നായ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നു. പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ JCB ഒക്കെ ഉപയോഗിച്ച് ആ മണ്ണ് നീക്കുന്നു, സ്ലാബ് നീക്കുന്നു. അവിടെ നിന്ന് കിട്ടിയത് 2 മൃതദേഹങ്ങളാണ്. ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെയും അവരുടെ അമ്മയുടേതും, ഒരു യുവതിയുടേത്, അമ്മ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല, ഒരു യുവതിയുടേതും ആയ മൃതദേഹം കിട്ടുന്നു. അതായത് ജീവജാലങ്ങൾ പോലും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. തൻ്റെ ഉറ്റവരെയും ഉടയവരെയും തിരക്കി വളർത്തു മൃഗങ്ങൾ പോലും ആ മരുപ്പറമ്പിൽ എന്ന് തന്നെ പറയേണ്ടി വരും, ഉരുൾപൊട്ടി അത്രയും പ്രദേശത്തെ ആ മരുപ്പറമ്പിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്കൊരു കൈത്താങ് എന്ന പോലെ. ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ 1 രൂപ പോലും തരില്ല, നേരിട്ട് കൊടുത്തോളാം, ഇതാണ് പറയുന്നത്. അവിടെ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ ആ അഴിമതി നടക്കും എന്നാണ് പറയുന്നത്. അല്ലെ, എങ്ങനെ അഴിമതി നടക്കുന്നു? അവർക്കാർക്കും അതിൻ്റെ ഒരു വ്യക്തത, സത്യത്തിൽ ഈ പറയുന്നവർക്കാർക്കും ഒരു വ്യക്തതയില്ല. ഇവർ കൊടുക്കുമെന്ന് പറയുന്നുള്ളൂ. ഇവരെങ്ങനെ കൊടുക്കാനായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക് കൊടുക്കണം. ഇപ്പൊ എനിക്കൊരു എന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും ഒരു വിഹിതം എനിക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ആര് വഴി കൊടുക്കും? എങ്ങനെ അവിടെ എത്തിക്കും? ആർക്ക് കൊടുക്കും? എനിക്കറിയില്ല. എനിക്ക് സ്വയം ചിന്തിച്ച് എനിക്കിത് എവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതേ അവസ്ഥയിൽ എല്ലാവരും ഉണ്ട്. പലരും ഇപ്പം ഈ അവർക്ക് സഹായം എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എങ്ങനെ അത് എത്തിച്ചു കൊടുക്കുമെന്ന് അറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട്. ആ ഒരു സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അതിനിടയിൽ കൂടെ ഈ തരത്തിൽ കുറച്ച് പ്രശ്നങ്ങളും പ്രതിലോമകരമായ ചില കാര്യങ്ങൾ. കാരണം ഇത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്നും പറഞ്ഞിട്ട് 2 തരത്തിലുള്ള നിധി ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. രാജ്യത്തിന് ആകമാനം ഉണ്ടാകുന്ന ദുരിതങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ പേരിലും ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടായിരിക്കും. ഈ ദുരിതാശ്വാസ നിധി
പിന്നെ ഇപ്പോ പിണറായി വിജയന്റെ പേരിലുള്ളതല്ല. പക്ഷെ അങ്ങനെയാണ്, അതായത് പലരും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പിണറായി വിജയന്റെ സഹായനിധി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുള്ള രീതിയിലോട്ട് വരെ ചിന്തിക്കുന്ന ഒരു അത് ഈ ഒരു സമയത്ത് ഇത് ഒട്ടുമേ പാടില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഫണ്ട് പിരിക്കാൻ ഈ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ആവശ്യമില്ല. ഇവിടെ ഒരു ബക്കറ്റ് പിരിവ് മാത്രം നടത്തിക്കൊണ്ട് ഒരു ഹോസ്പിറ്റൽ കെട്ടിയുണ്ടാക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബക്കറ്റുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദുരിതാശ്വാസ നിധി പുറത്തു നിന്ന് സമാഹരിച്ച് പാർട്ടിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പ്രവർത്തകർ ചെയ്ത എന്താ, കഴിഞ്ഞ പ്രളയകാലത്ത് അവർ ആക്രി സാധനങ്ങൾ എടുത്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുക അവരതിലേക്ക് കൊടുത്തു, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ആ പറയുന്ന പോലെ സംഘടനകൾക്ക് പോലും അവർക്ക് പോലും ഈ CMDRF-ലേക്ക് നിക്ഷേപിക്കാനേ കഴിയുന്നുള്ളൂ. കാരണം അവർക്ക് പോലും ഇത് കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ, പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ സേവാഭാരതിയുടെ വാഹനങ്ങൾ ഓടിയെന്ന് പറയുന്നു. വെറുതെ ടാർപ്പാളിൻ കെട്ടി ഓടി. അത് പലരും അതിനെ വാർത്തയാക്കിയിരുന്നു. ടാർപ്പാളിൻ വെറുതെ കെട്ടിക്കൊണ്ട് സേവാഭാരതിയുടെ വണ്ടി തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുക. ആൾക്കാർ വിചാരിച്ചെന്താ, ഇതിനകത്ത് നിറയെ സാധനങ്ങളാണ് അല്ലേ, ഈ സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ശ്രമം. അല്ല, സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു സംഭവം നമ്മുടെ നടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം സുജാത എന്ന് പറയുന്ന ചൂരൽമലയിലുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു കാര്യം പറഞ്ഞു. ഇവര് കുട്ടിയെയും കൂട്ടിയിട്ട് ഇവര് വെള്ളപ്പൊക്കത്തിൽ ആരും രക്ഷിക്കാൻ എത്തിയില്ല. ഇവര് വെള്ളത്തിലൂടെ ചാലിയാറിൽ ഒഴുകി വരികയാണ്. വന്നിട്ട് ഇവർക്ക് കാപ്പി കാടിനുള്ളിൽ ഇവർക്ക് കയറേണ്ടി വന്നു. അങ്ങനെ ഇവര് രക്ഷപ്പെട്ട് ഓടി വരുന്ന സാഹചര്യത്തിലാണ് ഒരു കൊമ്പൻ, നമുക്കൊരു കാട്ടുകൊമ്പൻ അവിടെ നിൽക്കുക. അതിന്റെ മുന്നിൽ പെട്ടുപോയി അവര്. ആ കാട്ടുകൊമ്പൻ അവിടെ നിൽക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ വേറെ കാട്ടാനകളും ഉണ്ട്. ഇവര് ചെന്നിട്ട് ആ കാട്ടാനയോട്, ആ കൊമ്പനോട് പറഞ്ഞു, എടാ ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടി വരികയാണ്, ഞങ്ങളെ നീ ഒന്ന് കാണിക്കല്ലേ എന്ന് തൊഴുകൈയോടെ ആ കാട്ടാനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒന്നും ചെയ്തില്ല. നേരം വെളുക്കുന്നത് വരെ ആ ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് അവർ രക്ഷ നേടി. അങ്ങനെ ജീവജാലങ്ങൾ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് ഒരു വലിയ ആപത്തിലാണ്. ആ മൃഗങ്ങൾ കാണിക്കുന്ന വിവേകം പോലും കാണിക്കാതെ ഈ സമയത്ത് പോലും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഞങ്ങള്, അതായത് പ്രളയ സമയത്ത്, അതായത് 2018 വെള്ളപ്പൊക്ക സമയത്ത് ഉണ്ടായിരുന്ന ഫണ്ടൊക്കെ എവിടെ പോയി, അതെവിടെ പോയി, അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അതൊക്കെ നിങ്ങൾ മുക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ആൾക്കാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കി. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ അവർക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കി. എന്തിനാണ് ഇങ്ങനെ? എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണ്ട. അല്ലാതെ ചെയ്യുന്നവരോട് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ആരും ചെയ്യാതിരിക്കത്തൊന്നുമില്ല. നമുക്കറിയാം, കേരളത്തിന് പുറത്തുള്ള നടീനടന്മാര് പോലും നമുക്ക് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നോക്കാം, കമലഹാസൻ 25 ലക്ഷം രൂപയാണ് CMDRF-ലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെ. രശ്മിക മന്ദാന 10 ലക്ഷം രൂപ രശ്മിക മന്ദാന കൊടുത്തു. ജ്യോതിക 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പം ഇവർക്കൊക്കെ എന്തിന്റെ ആവശ്യമാണ്? അത് വേറൊരു നാടല്ലേ, വേറൊരു സംസ്ഥാനമല്ലേ. ആ സംസ്ഥാനത്തിലുള്ളവർ ഇപ്പൊ എന്ത് വേണേ അനുഭവിച്ചാൽ ഞങ്ങൾക്ക് എന്താ എന്ന് കരുതി മാറിയുന്നൂടെ. സൂര്യ കൊടുത്തു 25 ലക്ഷം രൂപ അല്ലേ. ഇവർക്കൊക്കെ മാറിയുന്നാ പോരെ. നമ്മുടെ അടുത്ത്, നമുക്ക് ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ അർജുൻ, മറ്റേ അർജുന്റെ കേസിൽ നമ്മൾ കർണാടകയിൽ ചെന്ന് നമ്മളെ അടുപ്പിച്ചു പോലും ഇല്ല. അതായത് പക്ഷേ നമ്മുടെ ഈ വയനാട്ടിൽ സംഭവിച്ചപ്പം ഈ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് മുഴുവൻ സാധാരണക്കാരായ നാട്ടുകാരാണ്. എവിടുന്നൊക്കെ ചെല്ലാൻ പറ്റുമോ അവിടുന്നൊക്കെ ചെന്ന് അവരെയും കൊണ്ട് ആവുന്ന പോലെ അവിടെ കിടന്ന് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതെല്ലാം ചെയ്യുന്നു. ആ ഒരു ശക്തി കേരളത്തിനുണ്ട്. അപ്പൊ അതിൽ കൂടെ ഈ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു പരിധി വരെ മിണ്ടാതിരുന്നാലും ഇതിനെ ഇങ്ങനെ എത്രത്തോളം വൈകല്യം. കഴിഞ്ഞ ദിവസം തന്നെ ആ മുലപ്പാല് കൊടുക്കാമെന്ന് ഒരു അമ്മ പറഞ്ഞു. ഒരു അമ്മയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഒരിക്കലും ഒരു ആണിന് അത് ചെയ്യാൻ പറ്റില്ല. അതെ, അതെ, വളരെ മോശമായിട്ടൊരു, വളരെ അനുഭവിക്കുന്നവരായി നമ്മുടെ കേരളക്കാർ മാറുന്നു. നമ്മൾ കേരളക്കാരെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ്. കാര്യം അർജുന് അവിടെ ഷിരൂരിൽ പെട്ടുപോയ സമയത്ത് ഒരാളുമില്ല രക്ഷാപ്രവർത്തനം. ഒരു JCB 2 JCB കൊണ്ടാണ് തുടക്ക സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തി. നമ്മൾ വയനാട്ടിലേക്ക് നോക്കൂ, എത്ര ആയിരങ്ങളാണ് അവിടെ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇന്ത്യൻ സേനയെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത്.
അല്ലെ? ബെയിലി പാലം തീർന്നു, ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അപ്പോ ഇതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് പണി തീർത്തു, വേണ്ട കാര്യങ്ങൾ വളരെ ഫാസ്റ്റായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല. കർണാടക സർക്കാരിന്റെ കഴിവുകേടായി തന്നെ നമുക്ക് ചിലപ്പോൾ അതിനെ വിലയിരുത്തേണ്ടി വരും. ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ മനസാക്ഷിയുടെ ഒരു പ്രശ്നമാണ് ഇതെല്ലാം. പിന്നീട് നമുക്ക് വേറൊരു കാര്യം, ഇവര് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് കൈയിട്ട് വാരാനാണ് CMDRF എന്ന് പറയുന്നുണ്ട്. എങ്ങനെ കൈയിട്ട് വാരും? എങ്ങനെ കൈയിട്ട് മുഖ്യമന്ത്രി വാരും? ഇതിന്റെ നടത്തിപ്പുകാരാരാ? അല്ലെ, ഇത് നടത്തിപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചീഫ് സെക്രട്ടറിയാണ്, ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ ശരിയായ നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഉത്തരവാദിത്വം നോക്കുന്നത് ശരിക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ മാത്രമാണ് ഇവർക്കിതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി കണക്കുകളുണ്ട്, ഇവിടെ വന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഇന്ന് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. എന്തിനേറെ ഈ തോന്നിവാസം പറഞ്ഞു പരത്തുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു വിവരാവകാശം കൊടുത്താൽ അറിയാൻ പറ്റും എത്ര രൂപ എവിടെയൊക്കെ ചെലവഴിച്ചു, എത്ര രൂപ എവിടുന്നൊക്കെ വന്നു, എത്ര രൂപയുണ്ടായിരുന്നു ഫണ്ടിൽ. അതെ, പണ്ടത്തെ കാലഘട്ടമല്ല, ഇന്ന് എന്തൊക്കെ എങ്ങനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, എന്ത് വേണമെങ്കിലും നമുക്കറിയാം. ഒന്നും രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോലും ഇങ്ങനെ അതെ, നമുക്ക് കണക്കുകൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. 2018 27 മാസം 27 തീയതി മുതൽ 2020 വരെ 3 മാസം വരെ നമുക്ക് കിട്ടിയ 2020 മാർച്ച് മാസം വരെ കിട്ടിയ കണക്കുകളുണ്ട്. ഏകദേശം കിട്ടിയത് 4970 കോടി രൂപയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നത്. അത് വന്ന വഴികളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് രസം. എവിടെ നിന്നൊക്കെ വന്നു, ഏത് രീതിയിലാണ് ആ പണമിടപാട് നടന്നിട്ടുള്ളത്, ഇതിനെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എത്ര രൂപ ചെലവായി എന്നതിനെക്കുറിച്ചും കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാണ് ഇപ്പോഴും. എന്തുകൊണ്ട് ഇതുകാര്യം അന്വേഷിക്കുന്നില്ല? അതായത് 4724.83 കോടി രൂപയാണ് ഇതുവരെ പ്രളയ ദുരിതാശ്വാസത്തിനായി സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത്. ഈ പണം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വന്നത് നമുക്ക് നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി 230 കോടി രൂപയാണ് ഈ കാലയളവിലെല്ലാം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേർന്നത്. പൊതുജനങ്ങളിൽ നിന്നും മറ്റു മാർഗങ്ങൾ വഴിയും പെൻഷൻകാരുടെ സാലറി ചലഞ്ച്, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാമായി 3013.32 കോടി രൂപ. ജീവനക്കാരുടെ സാലറി ചലഞ്ച് അന്ന് വലിയ വിവാദമായിരുന്നു. ഞങ്ങളാരും സാലറി വിട്ടുകൊടുക്കില്ല അല്ലേ? ഒരു നാട് മുഴുവൻ നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുക ഞങ്ങളാരും ഞങ്ങളുടെ ശമ്പളത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്തും എല്ലാ പ്രതിഷേധങ്ങളെയും അമർച്ച ചെയ്തുകൊണ്ട് അന്ന് നമ്മുടെ സർക്കാർ നേടിയത് ഏകദേശം 1246.98 കോടി രൂപയാണ് അല്ലേ? അന്ന് എന്തൊക്കെ പോയിലായിരുന്നു. ഇവിടെ രണ്ട് സംഘടനകൾ തിരിഞ്ഞു. വലതുപക്ഷ സംഘടനയെന്നും ഇടതുപക്ഷ സംഘടനയെന്നും പറഞ്ഞ രണ്ട് സംഘടനകളായി മാറി. എന്നിട്ട് പോലും നമുക്ക് ഏതാണ്ട് 1000 ചില്ലുവാനം രൂപ 1246.98 കോടി രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ഈ ഫണ്ട് മുക്കി എന്ന് പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എവിഡൻസ് ഇല്ല, ഒന്നുമില്ല. അത് കിട്ടി, ഇനിയിപ്പോ അന്ന് ദുരിതം അനുഭവിച്ചവർക്ക് കിട്ടിയോ ഇല്ലയോ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു അത് ഈ അവസ്ഥ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഒരു നാടില്ലാതായി തീർന്നു. നമ്മുടെ വയനാട് എന്ന് പറയുന്ന ജില്ലയിലെ ഒരു പ്രധാന ഭാഗം തന്നെ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. എത്രയധികം ആളുകൾ ഇനിയും കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിതേഷിന്റെ ഒരു കാര്യം. ഡോക്ടർ ഹിതേഷ് 144 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തെന്ന് പറയുമ്പോൾ ഇനി എത്ര പേര് മരണത്തിന് വേണ്ടി കീഴടങ്ങാൻ കാത്തു കിടക്കുകയാണ്. മണ്ണിനടിയിൽ എത്രയോ ആൾക്കാർ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും പലരുടെയും തിരിച്ചറിയുന്നില്ല. ചിലപ്പോ മുഖം പോലും ഭയങ്കര വികൃതമായ അവസ്ഥയിൽ ഈ കിട്ടിക്കൊണ്ടിരുന്നത്, കയ്യും കാലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് എന്തിനേറെ വിദ്യ ലിംഗനിർണയം പോലും നടത്താൻ കഴിയാത്ത അത്രയും ഭീകരമായ രീതിയിൽ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂ? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. സന്നദ്ധ പ്രവർത്തകരുടെ അതായത് സഹായത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഇന്ന ആളെ കിട്ടിയോ, ഈ ആൾ എവിടെയാ, ജീവനോടുണ്ടോ? കാരണം പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നു. അവർക്ക് അറിയുന്ന പോലും ഇല്ല അവർ ഏത് അവസ്ഥയിലാണെന്ന് പോലും അറിയാത്ത. കഴിഞ്ഞ ദിവസം വളരെ നിർവികാരമായ ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്രയും പേര് മരിച്ചു, അതെല്ലാം കയ്യേറ്റ ഭൂമിയായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം കയ്യേറ്റ ഭൂമിയാണ്, എൻക്രോച്ച്മെന്റ് ആയിരുന്നു. അതെല്ലാം കയ്യേറ്റ ഭൂമിയിലുള്ളത് മനുഷ്യരല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമി മൊത്തം കയ്യേറിയല്ലേ നമ്മൾ എല്ലാവരും, എല്ലാ ജനങ്ങളും? നമ്മൾ ഇത്രയും കാലം താമസിക്കുന്ന കയ്യേറ്റ ഭൂമികളിൽ തന്നെയാണെന്നേ.
അതിനിടെ വേറൊരു പ്രശ്നം ഉണ്ടായത്, അതായത് ഒരു പഴിക്കലുണ്ടായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാറ്റി താമസിപ്പിക്കാൻ, എന്നിട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. അപ്പം ഈ ഒരു അവസ്ഥ ഇപ്പൊ ഈ വയനാടിന് വന്ന അവസ്ഥ എവിടെയും സംഭവിക്കും. 3500-ലധികം പേരെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് മാറ്റി. എപ്പോഴാണ് ഒരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്രം കൊടുത്തതെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കട്ടെ. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത്രയും പ്രശ്നം നടന്നിട്ട് ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ ഇവിടെ ഉണ്ട്. എവിടെ? നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. എവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി എവിടെ? കഴിഞ്ഞ ദിവസം അവിടുത്തെ ജില്ലാ ഘടകം, തൃശ്ശൂരിലെ ജില്ലാ ഘടകം, തൃശ്ശൂരിലും ഉണ്ട് പ്രശ്നങ്ങൾ. തൃശ്ശൂരിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവിടുത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം പനി പിടിച്ച് ഡൽഹിയിലാണെന്നാണ്. ശാരീരികമായ അസ്വാസ്ഥ്യം കാരണം അദ്ദേഹം പനി പിടിച്ചതിനെ തുടർന്ന് ഡൽഹിയിലാണ്. ഇത്രയും പേർക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോ പനി അവിടെ. പക്ഷെ തൃശ്ശൂർക്കാരെ ഒന്ന് ഓർക്കണം, VS സുനിൽകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടുത്തെ നേതാവ്, CPIയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടിരുന്ന ആള്, അദ്ദേഹം ഉണ്ട് അവിടെ എല്ലാ കാര്യത്തിലും. VS സുനിൽകുമാർ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഓരോ ക്യാമ്പുകളിലും അദ്ദേഹം എത്തുന്നുണ്ട്. ഓരോ ക്യാമ്പുകളിലും എത്തി അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സുനിൽകുമാറിന് കഴിയുന്നുണ്ട്. നിങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കാണ് മികച്ചൊരു ജനപ്രതിനിധിയെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു സത്യത്തിൽ, അല്ലേ? സുനിൽകുമാറിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ ഇപ്പം അദ്ദേഹം നിങ്ങൾക്കൊപ്പം ഉണ്ടായേനെ, തൃശ്ശൂർക്കാർക്കൊപ്പം. കാര്യം അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ രാഷ്ട്രീയ അജണ്ടകളൊന്നുമില്ല. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. എന്നിട്ട് നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു. സുരേഷ് ഗോപിയെ പിന്നെ ഈ ഭാഗത്ത് കണ്ടിട്ട് പോലുമില്ല. എന്തിന്? പത്രമാധ്യമങ്ങളോട് അദ്ദേഹം ചൂടാകുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്താ അജണ്ട? ഒരു അജണ്ടയും നടപ്പിലാക്കാനില്ല. ഒരു ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് പലരും ജീവന് വേണ്ടി ഓടിക്കേറിയത് അമ്പലമെന്നോ പള്ളിയെന്നോ ഒന്നും നോക്കിയിട്ടല്ല, കാണുന്നിടത്തോട്ട് ഓടിക്കേറി എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത്. അവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരും പാർട്ടിയോ ജാതിയോ മതമോ നോക്കിയല്ല ഓരോരുത്തരെ പുറത്തെടുക്കുന്നത്. സുജാത ഉണ്ടല്ലോ, നമ്മുടെ ഗായിക പറയാം, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ പിടിക്കുന്ന കൈകൾ, രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു തീർക്കുന്ന കൈകൾ ഏത് ജാതിയുടെയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല. അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഉറച്ച ബോധ്യമുണ്ടാകണം. പിന്നീടും ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ് നമ്മുടെ ഈ ഒരു സമയത്ത് മറ്റേ വിജയ് സേതുപതിയുടെ ഒരു പഴയ ഒരു പ്രസംഗം ഇപ്പോ ഒന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനെ ഓടിയെത്തുള്ളൂ എന്നുള്ള ഒരു സംഭവം അതിപ്പോ കുറച്ച് വൈറലായിട്ട് കിടന്ന് ഓടുന്നുണ്ട്. സത്യമാണത്. അത് നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, അല്ലെ? 2018 അതിനു മുന്നേ എന്താ പെട്ടിമുടി ദുരന്തം ഉണ്ടായപ്പോഴെല്ലാം നമ്മൾ കണ്ടു. നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ പറയുന്ന തോന്നുമ്പോൾ തോന്നിയത് പറയുന്നവരാണ്. അതായത് കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനു മുമ്പുണ്ടായ പ്രളയകാലത്തും നമ്മൾക്ക് ജാതിയില്ലായിരുന്നു, നമുക്ക് മതമില്ലായിരുന്നു, നമുക്ക് രാഷ്ട്രീയമില്ലായിരുന്നു. നമ്മളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു സഹായിക്കാനായിട്ട് കൈ നീട്ടുന്ന ആ കയ്യിൽ നൂല് ചരട് കെട്ടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ആ കയ്യിൽ വേറെ എന്തെങ്കിലും തഴമ്പുകളുണ്ടോ, ആ മുഖത്ത് നിസ്കാര തഴമ്പുണ്ടോ, അല്ലെങ്കിൽ മുഖത്ത് ചന്ദനക്കുറിയുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല നമ്മൾ ആ കയ്യിൽ കയറി പിടിച്ചത്. ജീവന് വേണ്ടിയായിരുന്നു. നമുക്ക് നമ്മളുടേതായ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും വർഗവും ലിംഗവും ഒന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ പ്രളയകാലത്ത് സ്വന്തം പുറത്തെ സ്റ്റെപ്പാക്കി മാറ്റി, സ്റ്റെപ്പ് ലാഡറാക്കി മാറ്റി. ഒരു സ്ത്രീക്ക് വള്ളത്തിൽ കയറാൻ വേണ്ടി കുനിഞ്ഞു കൊടുത്തിട്ട് ചവിട്ടി കയറിക്കോളൂ നിങ്ങൾ എന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ട്. ഇവിടെ തൻ്റെ ആകെ സമ്പാദ്യമായ കടയിൽ നിന്നുള്ള വസ്ത്രങ്ങളെല്ലാം, പുതിയ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ചാക്ക് കണക്കിന് കെട്ടി അയക്കുന്ന നൗഷാദിക്കയുടെ നാടാണ് നമ്മുടെ കേരളം. ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഇതെല്ലാം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ അപവാദങ്ങൾ കേട്ടു, അദ്ദേഹം കേട്ടു അപവാദങ്ങൾ. അദ്ദേഹം കോയമാരിങ്ങനൊക്കെ ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കമന്റ് പോയില്ലേ? പണ്ട് DYFIക്കാര് പൊതിച്ചോറ് വിതരണം തുടങ്ങിയപ്പോഴും ഇതുപോലെ കുറേ എന്തൊക്കെയോ പ്രശ്നം. ഇപ്പോഴും അതിനിടയിൽ അതിനെ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മള് മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് നോക്കണം, അവിടെ അവിടെ സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല.
ഒരു നേരത്തെ ആ ഒരു പൊതി ചോറിന് വേണ്ടിയിട്ട് എത്ര പേരവിടെ കാത്തു നിൽക്കും. അത് ഒരു ദിവസം എത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം അത് നിർത്തിപ്പോയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. ഇല്ല, കാര്യം അത് ഒരിക്കലും നിർത്തി പോവില്ല. കാര്യം അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. അപ്പൊ അങ്ങനെ അവര് നല്ലത് ചെയ്യുമ്പോ നല്ലതിനെ അംഗീകരിക്കണം. ഇത് ഇപ്പൊ ശരിക്കും ഇത് നല്ലതായിട്ട് കാണണമെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമ്മൾ എന്തിനാ? ചുമ്മാ ഇരുന്ന് കളക്ട് ചെയ്യുകയല്ല. നമുക്ക് ഇപ്പൊ ഇതുകൊണ്ടോ ഇപ്പൊ കിട്ടിയത് കൊണ്ടോ ഒന്നും ആവുന്നില്ല, ഒന്നുമില്ല. കാര്യം ഇത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ചെലവിന്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയൊരു കാര്യത്തിലേക്ക് വരാം. അതായത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4,000 സംതിങ് രൂപ, 4,970 കോടി രൂപ നമുക്ക് ഈ തരത്തിൽ പിരിഞ്ഞു കിട്ടിയപ്പോൾ 2018 പ്രളയം ബാധിച്ച കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായമായി 6,200 കോടി രൂപ 6,200 രൂപ വീതം സർക്കാർ നൽകിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ അനുവദിച്ച തുക എന്ന് പറയുന്നത് 457.58 കോടി രൂപയാണ്. അങ്ങനെ 6,200 രൂപ വീതം ഇവിടെ ചെലവാക്കിയത്. പിന്നെ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സാമ്പത്തിക ധനസഹായം ഏകദേശം 2,503.51 കോടി രൂപ. പ്രളയബാധിതർക്ക് കിറ്റ് നൽകാനായി കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ച തുക 54.46 കോടി രൂപ. പിന്നെയോ പ്രളയം ബാധിച്ച കർഷകർക്ക് കൃഷിവകുപ്പ് വഴി അനുവദിച്ച തുക 54 കോടി രൂപ. പ്രളയബാധിതർക്ക് അരി വിതരണം ചെയ്യാൻ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ചത് 9.4 കോടി രൂപ. ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ വഴി അനുവദിച്ച തുക 85.6 കോടി രൂപ. കെയർ ഹോം പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകാനായി നീക്കിവെച്ച തുക 52.69 കോടി രൂപ. കുടുംബശ്രീക്കായി നീക്കിവെച്ചത് 336 കോടി. ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകാനായി നീക്കിവെച്ചത് 26.3 കോടി രൂപ. കൃത്യമായ കണക്കുകളാണ് ഈ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ നമുക്കിവിടെ അരി വിതരണം ചെയ്തതിന് പണം ചോദിച്ച സർക്കാരിനെ നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം അല്ലേ? അരി വിതരണം ചെയ്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് റേഷൻ കൊടുത്ത വകയിൽ ഞങ്ങൾക്ക് പണം വേണം എന്ന് ആവശ്യപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത് അല്ലേ? സൈന്യം ഇവിടെ കൊണ്ടുവന്ന് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തതിന് അതിന് പണം ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഈ രീതിയിലെല്ലാം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നവരെ നമ്മൾ അങ്ങനെ അംഗീകരിക്കും അല്ലെ? ഈ പറയുന്ന കണക്കുകൾ കറക്റ്റായിട്ടുള്ള കണക്കുകളാണ്. ഈ കണക്കുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതാണ്. ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഊർജിതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആവശ്യമാണ്. ഈ സംവിധാനത്തിൽ ഇപ്പൊ കൃഷി മൂലം നാശനഷ്ടം ഉണ്ടായി എന്ന് ചിന്തിക്കുക. ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഒരു കർഷകന്റെ എല്ലാ വിളകളും നശിച്ചു പോയി. ആര് എങ്ങനെ അതിന് പരിഹാരം ചെയ്തു കൊടുക്കും? ഈ പറയാൻ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം, നിങ്ങൾക്ക് കൊടുക്കാനുള്ള കെൽപ്പുണ്ടോ അതിന്? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? കൃഷി നഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ എത്ര രൂപ കൊടുക്കും? എത്ര വരെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും? ഞാൻ വയനാട്ടിൽ പോയ സമയത്ത്, വയനാട്ടിൽ ഈ കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷം ഞാൻ വയനാട്ടിൽ നിന്ന് പോയിരുന്നു. വയനാട്ടിൽ പോയപ്പോൾ ഒരു മനുഷ്യന്റെ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് അമൃത TV-യിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്ത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അവിടെ TV-യുടെയൊക്കെ അവശിഷ്ടം കിടപ്പുണ്ട്. എന്നെ കാണിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ എൻ്റെ 12 പശുക്കൾ കിടപ്പുണ്ട്, ഇവിടെയായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പുള്ളിക്ക് വേറൊന്നും പറയാനില്ല. ആ 12 പശുക്കൾ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടു. ആ വീട് നിൽക്കുന്ന സ്ഥലം വെറും മൺകൂനിയായി മാറിക്കിടക്കുന്നു. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന എത്ര ആൾക്കാരെ നമ്മൾ ഈ പ്രളയത്തിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് ശേഷം നമുക്ക് അവിടെ കാണേണ്ടി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതുപോലെ പശുക്കളെ നഷ്ടപ്പെട്ടവർ, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി പോയവർ, വീട് പോയവർ, എന്തിന് വീട് നിന്ന പുരയിടം പോലും നഷ്ടമായവർ, അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകൾ നഷ്ടമായവർ, സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും അച്ഛന്മാരും, എല്ലാവരും വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്കൊക്കെ നിങ്ങൾ എന്ത് മടക്കി നൽകും? എങ്ങനെ നിങ്ങൾ നൽകും? അല്ലേ? ഞങ്ങൾ ഇതെല്ലാം നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അവിടുത്തെ വൈദ്യുതി ബന്ധം പോയിട്ടുണ്ട്, റോഡുകളുടെ കണക്ഷൻ എല്ലാം പോയിട്ടുണ്ട്, അവിടുത്തെ പാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇതാര് ചെയ്തു കൊടുക്കണം? ഇതിനുള്ള പണം എവിടുന്ന് കൊണ്ടുവരണം? അല്ലേ? ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ CMDRF എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ല, മുഖ്യമന്ത്രിയുടെ. അതിന് നാളെ ആരുമാവാം, നാളെ ഇനിയും ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നാളെ ചിലപ്പോൾ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി
അല്ലെങ്കിൽ കെ സുധാകരനായിരിക്കും മുഖ്യമന്ത്രി, ആ സമയത്തും ഈ നിധി അവിടെ തന്നെ ഉണ്ടാകും, ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ. നാളെ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ചിലപ്പം ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കും, അപ്പോഴും കാണും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നിധി ആ സമയത്തും ഇവിടെ ഉണ്ടാവും, ഈ കേരളത്തിലുണ്ടാവും. അല്ല ഇത് പിണറായി വിജയൻ കൊണ്ടുവന്ന് പോക്കറ്റിലായിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഓഫീസിൽ നിന്ന് വന്നിട്ട് കുറെ പൈസ എടുത്ത് ഒരു പെട്ടിക്കകത്താക്കി കൊണ്ടുപോകുന്ന ശീലമല്ല അത്. അതിനുള്ള ഫണ്ടല്ല, അതിനുള്ള സാധ്യതകൾ ഇപ്പോഴില്ല. നിങ്ങളുടെ വിരൽത്തുമ്പിലെല്ലാം കിട്ടും എന്തൊക്കെ സംഭവിച്ചു, എത്ര തുക വന്നിട്ടുണ്ട്, എത്ര തുക വിനിയോഗിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും അല്ലെ. അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ കാലത്തും മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സഹായിക്കാൻ മനസ്സുണ്ടാവും, സഹായിക്കാൻ കഴിവുണ്ടാവും, പക്ഷെ അയ്യോ ഞങ്ങള് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോകും, അത് നഷ്ടപ്പെട്ടു പോകും, ആ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തൂലേ എന്ന് ചിന്തിച്ചു പോവും പലരും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാനെങ്കിലും അത്രയെങ്കിലും ഒരു മാന്യത ഈ സമയത്ത് കാണിക്കണമെന്നേ പറയാനുള്ളൂ. അതെ, സത്യത്തിൽ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത അതാ. ഏത് രാജ്യത്ത് പോയാലും എവിടെയാണെങ്കിലും എന്ത് ഒരു പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ. എന്നാൽ ചില ആൾക്കാർ, ഈ സാമൂഹ്യ മാധ്യമങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇങ്ങനെ ഈ രീതിയിൽ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വിവരമുള്ള പ്രബുദ്ധരായ മലയാളികൾ, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരും മനുഷ്യരായി തിരിച്ചറിയുന്ന നമ്മളെ കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ ഇപ്പോഴും ഒരു വർഗീയ പാർട്ടിയുടെയും ഒരു വർഗീയ കോമരങ്ങളുടെയും തുള്ളലിന് നിന്നു കൊടുക്കാതെ എന്നൊരു മതേതര നിലപാടോടുകൂടി നിലനിന്ന് പോരും. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ മറ്റൊരു മതക്കാരനായിരിക്കും. മറ്റൊരു മതക്കാർക്ക് വേണ്ടിയിട്ട് ഇന്നും വെള്ളവും ആഹാരവും നൽകുന്ന മതക്കാരും ഉള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളക്കാർ എന്നും ഒരുമിച്ച് നിന്നിട്ടേ ഉള്ളൂ. നൗഷാദിക്ക നമുക്കറിയാവുന്ന ആളാണ്. ഷാനിബ എന്ന് പറയുന്ന സ്വന്തം മുലപ്പാൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു അമ്മ അല്ലേ. എന്തിനേറെ നമ്മുടെ സുജാതയുടെ മുന്നിൽ സുജാതയെ ഭയപ്പെടുത്താതെ സ്വന്തം തുമ്പിക്കൈയുടെ തണലിൽ സംരക്ഷിച്ചു പിടിച്ച കാട്ടുകൊമ്പൻ അല്ലേ. സ്വന്തം ഉറ്റവരെ തേടി അലയുന്ന നായ്ക്കൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പാരസ്പര്യം വളരെ വലിയ തോതിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്, ഒരു ദുരന്തമാണിത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ തോഴരെ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, നമുക്ക് ഇനിയും കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് നമ്മൾ മലയാളികളാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളികൾ അഹങ്കരിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള തോന്നൽ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ നമുക്ക് ചെവിക്ക് പിടിച്ച് പുറത്തു കളയാം. അതിനുശേഷം അവയെ തീയിലിട്ട് ചുട്ട് കൊല്ലാം.